നോമ്പുകാലത്തിലേക്ക് നാം കടക്കുകയാണ്. നമ്മളെല്ലാവരും തന്നെ നോമ്പെടുക്കും, ഉപവസിക്കും, കുരിശിൻ്റെ വഴി നടത്തും. ചിലരൊക്കെ പല സ്ഥലങ്ങളിലായി കുരിശുമലയും കയറും. എന്നാൽ ഇതിൻ്റെയൊക്കെ കൂടെ ഈ നോമ്പുകാലത്തിൻ്റെ ആരംഭത്തിൽ ഈശോയും പിശാചും ചേർന്ന് നമ്മെ പഠിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുക. ഓർക്കുക, പിശാചിനും ചിലതൊക്കെ നമ്മെ പഠിപ്പിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ ആരും പിശാചിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടതില്ല, കാത്തിരിക്കേണ്ടതില്ല. മരുഭൂമിയിൽ വെച്ച് ഈശോയോട് പിശാച് പറയുന്ന ആദ്യത്തെ ഡയലോഗ് ഇതാണ്: നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. അതായത്, കല്ലിനെ അപ്പമാക്കാൻ കഴിഞ്ഞാൽ ഈശോ ദൈവപുത്രനാണ് എന്നതിൻ്റെ വലിയൊരു തെളിവായിരിക്കും അത്. ഈ ഒറ്റ അത്ഭുതം പ്രവർത്തിച്ചാൽ ഈശോയുടെ ദൈവപുത്ര സ്ഥാനം അംഗീകരിക്കാമെന്ന് പിശാച് പറയുകയാണ്. പക്ഷേ ഈശോയ്ക്കറിയാം, തനിക്ക് പിശാചിൻ്റെ NOC സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന്. പിശാച് ഈശോയെ കണ്ടുമുട്ടുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലാണെങ്കിൽ അതിനു മുൻപ് 1, 2, 3 അധ്യായങ്ങളിലായി മഹാത്മാക്കളായ വ്യക്തികൾ ഈശോയുടെ സ്ഥാനവും മഹത്വവുമൊക്കെ എപ്പോഴേ ഏറ്റുപറഞ്ഞു കഴിഞ്ഞു. അവിടെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്: 1-ാം അധ്യായത്തിൽ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ ഗബ്രിയേൽ ദൂതനും എലിസബത്ത് പുണ്യവതിയും ഈശോ രക്ഷകനാണെന്നും ദൈവപുത്രനാണെന്നും പ്രഖ്യാപിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിലാകട്ടെ ഒരു ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശിമിയോനും അന്നയും രക്ഷകനായ ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നീട് 3-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ ഈശോയെ കർത്താവായും ഏറ്റുപറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വീട്ടിലും നാട്ടിലും ദേവാലയത്തിലുമൊക്കെ ഈശോയ്ക്ക് ദൈവികമായ അംഗീകാരം കിട്ടിക്കഴിഞ്ഞിരിക്കുമ്പോൾ ഇനി പിശാചിൻ്റെ സാക്ഷ്യപത്രം എന്തിന്? തനിക്ക് കല്ലിനെ അപ്പമാക്കാൻ കഴിയുമെന്ന് പിശാചിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഈശോയ്ക്കില്ലല്ലോ. ഈ നോമ്പുകാലത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് ഓർമ്മിക്കാം, ദൈവത്തിൻ്റെ കയ്യൊപ്പോടുകൂടിയാണ് നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ അംഗീകാരമുദ്ര നമ്മുടെ മേലുണ്ട്. ഈ ആത്മവിശ്വാസവും സംതൃപ്തിയും നമുക്കുണ്ടായിരിക്കണം. തിന്മയോട് കൂട്ടിച്ചേരുന്നവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കാതെ ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈ നോമ്പുകാലത്ത് ചിന്തിക്കാം. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സാക്ഷ്യപത്രം കർത്താവിൽ നിന്ന് ലഭിക്കാൻ നമുക്കും ഇടയാകട്ടെ. ഇനി 2-ാമത്തെ കാര്യം, പിശാച് നൽകുന്ന ഓഫറുകൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനും ദീപാവലിക്കുമൊക്കെ കടകളും കമ്പനികളും നല്ല നല്ല ഓഫറുകൾ നൽകാറുണ്ട്. ആകർഷകമായ പരസ്യങ്ങൾ കണ്ട് ആദായകരമായ ഷോപ്പിംഗ് നമ്മൾ പലപ്പോഴും നടത്താറുമുണ്ട്. എന്നാൽ പിശാച് ഈശോയുടെ മുൻപിൽ വെച്ച ഓഫറുകൾ അവിടുന്ന് സ്വീകരിച്ചില്ല. 2 മെഗാ ഓഫറുകളാണ് അന്ന് നൽകിയത്. ഈശോ പിശാചിനെ ആരാധിച്ചാൽ ഭൂമിയിലെ സകല രാജ്യങ്ങളുടെയും മേൽ അധികാരവും മഹത്വവും നൽകാമെന്നതായിരുന്നു 1-ാമത്തേത്. നിമിഷ നേരം കൊണ്ട് ഈശോയ്ക്ക് എല്ലാം സ്വന്തമാക്കാം എന്ന് പിശാച് പറഞ്ഞപ്പോൾ അവിടുന്ന് അതിന് ചെവി കൊടുത്തില്ല. 2-ാമത്, ഈശോ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയാൽ ദൈവദൂതന്മാർ വന്ന് സംരക്ഷിക്കുകയും അതുവഴി അവിടുന്ന് ദൈവപുത്രനാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ എളുപ്പമാവുകയും ചെയ്യും. ഇനിയിപ്പോൾ ഈശോയ്ക്ക് പ്രസംഗിക്കേണ്ടതിൻ്റെയും പഠിപ്പിക്കേണ്ടതിൻ്റെയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടതിൻ്റെയും ഒന്നും ആവശ്യമില്ല. കാരണം കുറുക്കു വഴിയിലൂടെ ഈശോയുടെ ദൗത്യം സാധിച്ചു കിട്ടും. ലക്ഷ്യം നല്ലതായിരുന്നെങ്കിലും പിശാച് പറഞ്ഞു കൊടുത്ത ആ മാർഗം ഈശോയ്ക്ക് സ്വീകാര്യമായിരുന്നില്ല. ഈ നോമ്പുകാലത്ത് നമുക്ക് ചോദിക്കാം, നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ നാം തിരഞ്ഞെടുക്കുന്ന വഴികൾ എങ്ങനെയുള്ളതാണ്? ഈശോ നമുക്ക് കാണിച്ചു തരിക തിന്മ നിറഞ്ഞ കുറുക്ക് വഴികളല്ല, മറിച്ച് സ്നേഹം നിറഞ്ഞ
കുരിശിൻ്റെ വഴികളാണ്. ആ വഴിയിലൂടെ നടക്കാനാണ് ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുക. അവസാനിപ്പിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ 3 സ്ഥലങ്ങളിൽ പിശാച് ഈശോയോട് സംസാരിക്കുമ്പോൾ പൊതുവായി കാണുന്ന ഒരു കാര്യമുണ്ട്. 3 ഇടങ്ങളിലും ഈശോയോട് ആവശ്യപ്പെടുന്നത് സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ഓർക്കാനാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ മനസ്സും ശ്രദ്ധയും നമ്മുടെ മാത്രം സ്വപ്നങ്ങളിലും സന്തോഷങ്ങളിലും ഒതുങ്ങിപ്പോകാറുണ്ട്. എങ്കിൽ ഈ നോമ്പുകാലം മനസ്സ് ഒന്നുകൂടി വിശാലമാക്കാൻ, നമ്മുടെ കൂടെയുള്ളവരെ പറ്റിയും ചിന്തിക്കാൻ, അവരെ പരിഗണിക്കാൻ നമുക്ക് ഒരവസരമാകട്ടെ. അതുവഴി നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും നോമ്പനുഷ്ഠാനവുമൊക്കെ അർത്ഥമുള്ളതായിത്തീരും, ജീവനുള്ളതായിത്തീരും.